ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസ് BJP-യിലേക്കുള്ളൊരു വഴി മാത്രമാണ്. കേരളത്തിൽ കോൺഗ്രസ് തോറ്റാൽ കോൺഗ്രസ് BJP-യിൽ പോകും, ഇല്ലാതെയായി പോകും എന്ന് ഉത്കണ്ഠപ്പെടുന്നവരറിയണം. തോറ്റാൽ BJP-യിൽ പോകുന്നതിനേക്കാൾ ജയിച്ചാലാണ് പോകാൻ സാധ്യത കൂടുതൽ. തോൽക്കുമ്പോൾ BJP അധികം വില മതിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നല്ല വില കിട്ടാത്തതിനാൽ കോൺഗ്രസിൽ ചിലരെങ്കിലും പോകാൻ മടിച്ചേക്കും. എന്നാൽ ജയിക്കുമ്പോൾ കുറച്ചുകൂടി വില കൂടും, ആഗ്രഹിക്കുന്ന വില ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് ജയിച്ചാലാണ് കോൺഗ്രസ് BJP-യിലേക്ക് അതിവേഗം എത്തുക എന്ന് നാം അറിയണം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ, അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്ന പീഡനങ്ങൾ, യാതനകൾ നമ്മുടെ മുന്നിലുണ്ട്. അവർക്ക് വേണ്ടി ചെറുവാക്കുകൊണ്ടെങ്കിലും പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നുമില്ല. കേരളത്തിൽ 960 മുതൽ RSS-മായി പരസ്യ സഖ്യം സ്ഥാപിച്ചതിന്റെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് ആരോപണമോ രഹസ്യമായ ധാരണയോ അല്ല. ജനങ്ങളുടെ മുൻപാകെ പരസ്യമായി തന്നെ സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച തെളിവുകൾ നമ്മുടെ മുൻപിൽ ഇപ്പോഴും ഉണ്ട്. അത് മുൻപൊരിക്കൽ ഇവിടെ വിശദീകരിച്ചതായതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. 60-ൽ EMS-നെതിരെ സംയുക്ത സ്ഥാനാർത്ഥി RSS കോൺഗ്രസ്, 71-ൽ AKG-ക്കെതിരെ സംയുക്ത സ്ഥാനാർത്ഥി RSS-ഉം കോൺഗ്രസും, 91-ൽ TK ഹംസയ്ക്കും KP ഉണ്ണികൃഷ്ണനുമെതിരെ ബേപ്പൂരിലും വടകരയിലും സംയുക്ത സ്ഥാനാർത്ഥികൾ കോൺഗ്രസ്, ലീഗ്, BJP. ഇതെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. ഇത് ഓർമ്മിപ്പിക്കാൻ കാരണം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തും കോൺഗ്രസ് BJP-യായി മാറുന്നതിനേക്കാൾ വേഗത കൂടുതലായിരിക്കും കേരളത്തിൽ കോൺഗ്രസ് BJP-യായി മാറാൻ. കാരണം 60-കൾ മുതൽ പരസ്യ ബാന്ധവം നിലനിൽക്കുന്ന ഒരു നാടാണ് കേരളം. ആ ബന്ധം കാലാകാലങ്ങളിൽ സുദൃഢമാക്കി നിലനിർത്താൻ കോൺഗ്രസിന്റെയും BJP-യുടെയും നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട്. RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിന്നുവന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് എന്തോ ഒരു മഹത് കൃത്യം ചെയ്തതുപോലെ കോൺഗ്രസ് നേതാവ്, മുൻ KPCC പ്രസിഡന്റ് പറഞ്ഞത്. പരസ്യമായി പറഞ്ഞതാണ്, നമ്മുടെ ആരോപണമല്ല. RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഗോൾവൽക്കറിന്റെ ചിത്രത്തിന് മുൻപിൽ വിളക്ക് കൊളുത്തി മടങ്ങി നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ്. വിശ്വപൗരൻ എന്ന് വിശേഷിപ്പിച്ച, കോൺഗ്രസ് തന്നെ വിശേഷിപ്പിച്ച മുൻ കേന്ദ്രമന്ത്രിയായ കോൺഗ്രസ് നേതാവ് കോഴിക്കോട്ട് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പോലും പോയി ഇസ്രായേൽ പക്ഷം വാദിച്ച ആളാണ്. പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തെ ഇസ്രായേൽ ഐക്യദാർഢ്യ സമ്മേളനമാക്കി മാറ്റിയതാണ്. ഈ നാട് വിലയിരുത്തണം. കോൺഗ്രസ് ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നത് സംഘപരിവാറിന്റെ നയങ്ങളാണ്, സാമ്പത്തിക നയങ്ങൾ, മറ്റെല്ലാ നയങ്ങളും. ആ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ, RSS-മായി ദീർഘകാല ബാന്ധവത്തിന്റെ റെക്കോർഡ് സൂക്ഷിക്കുന്നവർ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലല്ല, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ BJP-യായി മാറാൻ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വരൂ. അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാരണങ്ങളാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളി, മതനിരപേക്ഷത നേരിടുന്ന ആക്രമണം, അതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ കേരളം ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളുടെ പ്രതീക്ഷാ കേന്ദ്രമായി, ആശാകേന്ദ്രമായി തുടരണം. ഇന്ന് ഇന്ത്യയിൽ വർഗീയതയെ ശക്തമായി എതിർക്കാനും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്താനും ത്രാണിയുള്ള ഒരു നാട് കേരളം മാത്രമാണ്. അത് ഇടതുപക്ഷ നേതൃത്വമുള്ളത് കൊണ്ടാണ്. രാജ്യത്ത് മറ്റെവിടെയും ഇടതുപക്ഷം കേരളത്തിലേതുപോലെ ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്നില്ല. മറ്റുള്ളയിടങ്ങളിലെല്ലാം ഉള്ള കരുത്തുപയോഗിച്ച് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. കേരളമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ ഒരു സ്വാധീന കേന്ദ്രം, ശക്തിദുർഗം. ഇതുപോലെ തുടരുമ്പോഴാണ് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക്, സാധാരണ മനുഷ്യർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ ഒരു പ്രതീക്ഷ ഉണ്ടാവുക. അത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരു കയ്യബദ്ധം പറ്റിയാൽ BJP-യുടെ ഹിംസോന്മുഖമായ രാഷ്ട്രീയം, RSS-ന്റെ ആക്രമണോത്സുകമായ പ്രവർത്തനങ്ങൾ, അതിന് കേരളം തോറ്റുകൊടുക്കലാവും. കോൺഗ്രസിലൂടെ BJP അധികാരം സ്ഥാപിക്കലാവും നടക്കുക എന്ന ഗൗരവം ഈ തെരഞ്ഞെടുപ്പിന്റെ മുൻപാകെ വോട്ടർമാർ പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന അഭ്യർത്ഥനയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിലെ വോട്ടർമാരുമായി സംവദിക്കാനുള്ളത്. ആശയങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതോടൊപ്പം ജയിച്ച ആളുകൾ അങ്ങനെ തന്നെ BJP ആകുന്നതിനാണ് ഗോവയിൽ, അരുണാചലിൽ, മധ്യപ്രദേശിൽ, കർണാടകയിൽ, ഉത്തരാഖണ്ഡിൽ ഒക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന കുഞ്ഞു സംസ്ഥാനം, ഒരു കൊച്ചു സംസ്ഥാനം, 43 കോൺഗ്രസ് MLA-മാരാണ് 43 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ BJP-യിൽ എത്തിച്ചേരുന്നത്. ഇങ്ങനെ ഒരു പാർട്ടി മാറ്റം എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് അരുണാചൽ പ്രദേശിൽ മാറ്റി ഭാരതീയ ജനതാ പാർട്ടി എന്ന് സ്വീകരിച്ചു. അതാണ് ചില ആളുകൾ പാർട്ടി മാറി എന്ന് പറയുന്നതിനേക്കാൾ ഒരു സംസ്ഥാനത്തെ പാർട്ടി മറ്റൊരു പാർട്ടിയായി മാറി. ഇതാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ തൊട്ടടുത്ത് കർണാടകയിലും ഗോവയിലും വരെ സമീപകാല അനുഭവങ്ങൾ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് ജയിച്ചാൽ അത് അങ്ങനെ തന്നെ BJP ആകുന്നു. ആശയസ്വാധീനം ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, അതിന് നമ്മുടെ മുൻപിൽ തെളിവുകളും ഉണ്ട്. PM ശ്രീ നമ്മുടെ മുൻപിൽ ഇപ്പോൾ വ്യക്തത ഉണ്ടല്ലോ. PM ശ്രീ നടപ്പാക്കിയിട്ടില്ലല്ലോ. അത് ഏത് സാഹചര്യത്തിൽ ആണ് ഈ ചർച്ചയ്ക്കിടയായ വിഷയം ഉണ്ടായതെന്ന് കഴിഞ്ഞ ദിവസവും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സത്യത്തിൽ PM ശ്രീ പദ്ധതി കേരളത്തിന് അനിവാര്യമല്ല. സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനും മറ്റുമൊക്കെ ആയിട്ടാണ്. നമ്മളിവിടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ പശ്ചാത്തല വികസനമൊക്കെ നന്നായി നടത്തി. കിഫ്ബി ഫണ്ട് മുഖാന്തരം ഹൈടെക്കായി സ്കൂളുകൾ, സ്മാർട്ട് ക്ലാസ് മുറികളായി എല്ലായിടത്തും. പക്ഷെ നമ്മൾ നേരിട്ട പ്രശ്നം PM ശ്രീയിൽ ഒപ്പിടാത്തത് കൊണ്ട് മറ്റു ഫണ്ടുകൾ, SSA ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ, അങ്ങനെ 10,000-2,000 കോടി രൂപ നമുക്ക് കിട്ടുന്നില്ല. അത് അന്യായമാണ്. അപ്പൊ ആ ഫണ്ട് നേടിയെടുക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇവിടെ പാഠപുസ്തകം ഇറക്കുന്നതും സിലബസും കാര്യങ്ങളും എല്ലാം സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിലുള്ളതാണ്. ആ പദ്ധതി ആ അർത്ഥത്തിൽ നടപ്പാക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ഇതെല്ലാം നിൽക്കുമ്പോൾ PM ശ്രീ എന്ന് മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് തന്നെ ഓടിപ്പോയി ഒപ്പിട്ട് ആ ഫണ്ടെല്ലാം വാങ്ങിയവരാണ് കോൺഗ്രസ് സർക്കാരുകൾ. ചെറുത്തു നിന്നത്, പ്രതിരോധിച്ചത്, ഇപ്പോഴും ചെറുത്തു നിൽക്കുന്നത് കേരളം മാത്രമാണ്. ഞാൻ സൂചിപ്പിച്ചത്, ഇപ്പോ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിലും മറ്റും സ്ഥാനമോഹം വല്ലാതെ തലക്ക് പിടിച്ചവർ, ആ കാരണം കൊണ്ട് വല്ലാതെ നിരാശ ബാധിച്ചവർ പല പാർട്ടികളിലും ഒറ്റപ്പെട്ട ആളുകൾ ഉണ്ടാവും. പല പാർട്ടികളിലും അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറുന്നുണ്ടാവും. ഇത് രാഷ്ട്രീയത്തിൽ അപൂർവങ്ങളിൽ അത്യപൂർവമാണെന്ന് പറഞ്ഞുകൂടാ. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. രാഷ്ട്രീയത്തിന്റെ ധാർമ്മികതയും അന്തസ്സും സത്യസന്ധതയും എല്ലാം ഉയർത്തിപ്പിടിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഞാനിവിടെ ഉന്നയിച്ചത് ആ പ്രശ്നമേ അല്ല. ഒരു കേവല കാലുമാറ്റത്തിന്റെ പ്രശ്നമല്ല. പിന്നെ എന്താണ് ഉന്നയിച്ച പ്രശ്നം? ചില സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയായി മാറുന്നു. പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നവർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ, PCC പ്രസിഡന്റ് ഉൾപ്പെടെ BJPയിലേക്ക് പോകുന്നു. അത് രാജ്യത്തെ പ്രബലമായ സംസ്ഥാനങ്ങളുടെ ഭരണത്തെ നിർണയിക്കുന്ന ഘടകമായി മാറുന്നു. അതൊന്നും രാഷ്ട്രീയത്തിൽ പതിവുള്ളതല്ല. അത് ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചാലും BJP ആയി മാറും എന്ന് ഒരു വിമർശനം ഞാൻ ഉന്നയിക്കാൻ കാരണം. ഇപ്പോ തിരുവനന്തപുരം MP കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹം എല്ലാ മാസവും പതിവായി മോദിയെ സ്തുതിക്കുന്ന ഒരാളല്ലേ? അതെങ്ങനെയുള്ള സ്തുതിയാണ്? വേറെ ആരെങ്കിലും അങ്ങനെ സ്തുതിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? KPCC പ്രസിഡന്റ് ആയിരുന്ന ആൾ പറയല്ലേ അഭിമാനത്തോടെ, RSS ശാഖയ്ക്ക് കാവൽ നിന്ന് ഒരു വെല്ലുവിളി പോലെയല്ലേ പറയുന്നത്. എനിക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകും, എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറയല്ലേ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉൾപ്പെടെ താമരയും കൈപ്പത്തിയും ഒരുമിച്ച് ഹസ്തദാനം കൊടുത്ത് ഭരിക്കല്ലേ തദ്ദേശ സ്ഥാപനം. അപ്പൊ ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരാൾ കൂറുമാറിയോ കക്ഷി മാറിയോ വന്നോ പോയോ അതൊന്നുമല്ല. ഞാനതുകൊണ്ടാണ് കേരളത്തിലിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന്റെ 14 സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ സംഭാവനയാണല്ലോ. ഞാൻ അതിവിടെ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടില്ലല്ലോ. അതിന്റെ കാരണം അത്തരത്തിലുള്ള കാലുമാറ്റങ്ങൾ പോലും അല്ല ഞാൻ വിമർശിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നവർ മുഴുവൻ കൂറുമാറി പോവുക, കോൺഗ്രസ് കാണെ BJP ആയി മാറുക, കോൺഗ്രസ് ഗവൺമെന്റുകൾ ഉള്ളിടത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുക, അഴിഞ്ഞാടുന്ന വർഗീയ ഭീകരവാദികൾക്ക് നിർഭയം വിഹരിക്കാൻ അവസരം കൊടുക്കുക. അതാണ് രാജസ്ഥാനിൽ, ഹിമാചലിൽ, കർണാടകയിൽ, ഛത്തീസ്ഗഡിലൊക്കെ കണ്ടത്. ഈ അപകടങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്.